പട്ടാപ്പകൽ ബാങ്ക് കൊള്ള ജീവനക്കാരെ ബന്ദിയാക്കി കത്തികാട്ടി ഭീഷണിപ്പെടുത്തി പണം കവർന്നു. ചാലക്കുടിയിൽ പട്ടാപ്പകൽ ബാങ്ക് കൊള്ള. ഫെഡറൽ ബാങ്ക് പേലട്ട ശാഖയിലാണ് കൊള്ള നടന്നത്. ബന്ദിയാക്കിയ ശേഷമാണ് മോഷണം നടന്നത്. കൗണ്ടറിലെത്തിയ അക്രമി കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി പണം കവരുകയായിരുന്നു. 15 ലക്ഷം രൂപ നഷ്ടമായതായാണ് വിവരം. മാനേജറും മറ്റൊരു ജീവനക്കാരനും മാത്രമായിരുന്നു ബാങ്കിലുണ്ടായിരുന്നത്. ബാക്കി ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴായിരുന്നു മോഷ്ടാക്കൾ എത്തിയത്. ആയുധവുമായി എത്തിയാണ് ബാങ്ക് കൊള്ളയടിച്ചത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം നടന്നത്. ബൈക്കിൽ മുഖം മറച്ചെത്തിയ അക്രമി ബാങ്കിൽ പ്രവേശിച്ച് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി. ഇതിനുശേഷം കൗണ്ടറിലെ ഗ്ലാസ് തല്ലി തകർത്ത് പണം കവരുകയായിരുന്നു. അക്രമിയെ ജീവനക്കാർ തിരിച്ചറിഞ്ഞിട്ടില്ല. ബാങ്കിൽ വൻ പോലീസ് സന്നാഹം എത്തിയിട്ടുണ്ട്. സംഭവസ്ഥലത്തെത്തി പോലീസ് കവർന്ന പണത്തിന്റെ കണക്കെടുക്കുകയാണ്. ഫെഡറൽ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ശാഖയിലാണ് സംഭവം നടന്നത്. ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ഉണ്ടായിരുന്നില്ല. ക്യാഷ് കൗണ്ടറിൽ നിന്നാണ് പണം കവർന്നത്. ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിച്ചാണ് അകത്ത് കയറി പണം കവർന്നിരിക്കുന്നത്. ഒരു മോഷ്ടാവ് മാത്രമാണ് ഉണ്ടായത്. മുഖംമൂടി ജാക്കറ്റ് ധരിച്ച് കയ്യിൽ കത്തിയുമായാണ് മോഷ്ടാവ് എത്തിയത്. മലയാളത്തിലല്ല മോഷ്ടാവ് സംസാരിച്ചതെന്ന് ബാങ്ക് ജീവനക്കാർ പോലീസിന് മൊഴി നൽകി. പ്രതിക്കായി വ്യാപക തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ വാഹന പരിശോധന നടത്താൻ തീരുമാനിച്ചു. CCTV ദൃശ്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നെങ്കിലും മോഷ്ടാവ് ഹെൽമറ്റും ഗ്ലൗസും ധരിച്ച നിലയിലായിരുന്നതിനാൽ മോഷ്ടാവിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. വിരലടയാള പരിശോധന ഉൾപ്പെടെ തെളിവുകൾ പോലീസ് ശേഖരിക്കാൻ ഒരുങ്ങുകയാണെന്നാണ് റിപ്പോർട്ട്.